മുസ്തഫ മൗലവി കുരുവട്ടൂർ ആലയത്തിൽ വന്ന് അവരുടെ സ്വാഹിബുൽ ബക്കറ്റായ കോമാട്ടുചാലിൽ അബ്ദുള്ളയുടെ സമ്മതപ്രകാരം പ്രസംഗിച്ചതിനെ കുറിച്ച് കുരു നൗഷാദ് വല്ലാത്ത ഒരു ന്യായീകരണം പറയുന്നുണ്ട്. കേൾക്കാം. വിവാദമായിട്ട് വന്ന എന്താ? ഓ, നിങ്ങൾ അങ്ങോട്ട് ഒലിച്ചു പോവാണ്. അതാ CH മുസ്തഫ മൗലവി വന്നിരിക്കുന്നു. നിങ്ങളാരും ഞങ്ങളെ ശരീഅത്ത് പഠിപ്പിക്കണ്ട, നിങ്ങളാരും ഞങ്ങൾക്ക് നിയമം പഠിപ്പിക്കണ്ട. പിന്നെ നീ എന്ത് ഒലക്കക്ക് വേണ്ടിയാ നൗഷാദെ ദിവസവും വേദി കെട്ടി ഞങ്ങളെ പഠിപ്പിക്കുന്നേ? നിന്നെ പഠിപ്പിക്കാൻ പാടില്ല, നിനക്ക് ഞങ്ങളെ പഠിപ്പിക്കാം. ഇവൻ സ്ഥിരമായി പറയുന്ന ഒരു ഡയലോഗാണിത്. ഇവന്റെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടിയാൽ, ഇവന്റെ കോമാടന്റെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടിയാൽ നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട. പിന്നെ നീ എന്തിനാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നേ? മശായിഖിന്റെ ഹദറത്തിനെ കുറിച്ച് ആദ്യം പഠിക്കുക. മശായിഖിന്റെ ഹദറത്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും വരാൻ പറ്റിയ സ്ഥലം. അങ്ങനെ എല്ലാവർക്കും വരാൻ പറ്റൂല എന്നാണ് എന്റെ കോമാടൻ പറഞ്ഞത്. നീ കോമാടന്റെ മൈക്കല്ലേ? അല്ലേ? അപ്പൊ കോമാടന്റെ മൈക്കാകുമ്പോ നീ കോമാടൻ പറഞ്ഞതിനെതിരെ പറയാൻ പാടില്ലല്ലോ. എന്റെ കോമാടൻ പറഞ്ഞത് കേട്ടോ. മഹാന്മാരെ നിന്ദിക്കുന്ന കൂട്ടർ, മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി തബ്ലീഗ് ജമാഅത്ത് പോലത്തെ ദുഷിച്ച കൂട്ടര്, അവരെ ശൈഖുന കഠിനമായ ഭാഷയിൽ എന്നും താക്കീതായി പറഞ്ഞ കൂട്ടരാണ്. ആ ഭാഗം വളരെ വെറുപ്പോടുകൂടിയാണ് ശൈഖുന മടവൂർ കണ്ടതെങ്കിൽ അവിടെ മയം വേണ്ട, അവര് വരുമ്പോൾ കൈ കൊടുക്കാൻ നിൽക്കണ്ട, അവർക്ക് സലാം പറയുകയും അവരെ കൂട്ടിയിട്ട് ചായ കൊടുക്കാനും നിൽക്കണ്ട. കാലം എത്ര കഴിഞ്ഞാലും ലാ തബ്ദീല ലികലിമാത്തില്ല, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര് നിശ്ചയിച്ചുറപ്പിച്ച് പറഞ്ഞ കാര്യം അതിന് പിന്നെ മാറ്റല്ല. കാലം ഒരു ഇനി എന്തിനാണ് മുസ്തഫ മൗലവി മടവൂർ കോട്ടയിലേക്ക് വന്നത് എന്ന് നൗഷാദ് പറയുന്നുണ്ട്. അതാണ് ഭയങ്കര രസം. നൗഷാദ് പറയട്ടെ. തങ്ങളെ വിശ്വാസമുള്ളവര് വന്ന് തൗബ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഏത്? സയ്യിദ് യഹിയൽ ബുഖാരി തങ്ങളുടെ സ്ഥലം. മുസ്തഫ മൗലവി മടവൂർ കോട്ടയിലേക്ക് വന്നത് തൗബ ചെയ്യാനാണത്രേ. പാവത്തിന് തൗബ ചെയ്യാൻ വേറെ ഒരു സ്ഥലവും കിട്ടിയില്ല, ആണ്ട് പോകേണ്ടി വന്നു തൗബ ചെയ്യാൻ. വല്ലാത്ത മുസ്തഫ മൗലവി തന്നെ. എന്തായാലും നല്ല കാര്യമാണ്. കാരണം മുസ്തഫ മൗലവിയെ പോലത്തെ ആളുകൾ തൗബ ചെയ്യൽ നിർബന്ധമാണ്. കാരണം മുസ്തഫ മൗലവി ഇവരടുത്തേക്ക് തൗബ ചെയ്യാൻ പോകുന്നതിന്റെ 2 ദിവസം മുന്നേ വരെ ഒലീഹിയത്ത് തെറ്റാണ്, അത് പാടില്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്ത ആളാണ്. അപ്പോ മുസ്തഫ മൗലവി എന്തായാലും തൗബ ചെയ്യണം. അയാൾ ഒരു ഖുർആനിസ്റ്റാണ്, അഥവാ ഹദീസുകളൊന്നും സ്വീകരിക്കേണ്ടതില്ല, ബുഖാരിയെ ഒക്കെ പച്ചക്ക് തള്ളി പറയുന്ന ആളാണ്. പിന്നെ ഖുർആൻ തന്നെ അയാൾ വിശ്വസിക്കുന്നത് അയാളുടെ ഇഷ്ടമുള്ള അർത്ഥത്തിലാണ്, അല്ലാതെ മുഫസ്സിരീങ്ങൾ പറഞ്ഞ അർത്ഥത്തിലൊന്നുമല്ല. അയാൾക്ക് ഇഷ്ടമുള്ള അർത്ഥത്തിൽ അയാൾ ഖുർആനിനെ വ്യാഖ്യാനിക്കുന്നു. അപ്പോ എന്തായാലും മുസ്തഫ മൗലവി ഇവരടുത്ത് പോയിട്ട് തൗബ ചെയ്യേണ്ടതുണ്ട്, അത് ഉറപ്പാ. എന്നിട്ട് തൗബ ചെയ്തോ? നമുക്ക് നോക്കാം. ബാക്കി നൗഷാദ് പറയട്ടെ. തങ്ങളെ വിശ്വാസമുള്ളവര് വന്ന് തൗബ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഏത്? സയ്യിദ് യഹിയൽ ബുഖാരി തങ്ങളുടെ സ്ഥലം. മനസ്സിലായില്ല? തങ്ങളോട് ഒരാൾ വിളിച്ചു ചോദിക്കുകയാണ്, തങ്ങളോട് നേരിട്ട് ചോദിക്കില്ല, തങ്ങൾ അടുപ്പുള്ള ഒരാളോട്, എനിക്ക് തങ്ങൾ അവരുടെ ഒന്ന് കാണണം. സയ്യിദ് യഹിയൽ ബുഖാരി ആത്മീയമായി ഇന്ന് കേരളത്തിൽ നേതൃത്വം നൽകുന്ന വലിയൊരു സയ്യിദാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് സയ്യിദ് അവരുടെ ഒന്ന് കാണണം, അവരെ കൈയൊന്ന് പിടിക്കണം എന്ന് ഒരാൾ ആവശ്യപ്പെട്ടാൽ തീർച്ചയായും അത് നിരാകരിക്കുന്ന ആളല്ല ആര്? ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ. അപ്പോ അങ്ങനെയാണ് സംഭവം. എന്ത്? മുസ്തഫ മൗലവി തങ്ങളുമായി ബന്ധപ്പെട്ട ഒരാളെ വിളിക്കുന്നു, വിളിച്ചിട്ട് പറയുന്നു, എനിക്ക് കാലഘട്ടത്തിന്റെ മശായിഖിൽപ്പെട്ട യഹിയൽ ബുഖാരി തങ്ങളെ കൈയൊന്ന് പിടിക്കണം, എന്നിട്ട് എനിക്കൊന്ന് തൗബ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മുസ്തഫ മൗലവി വന്നതാണ്. നൗഷാദെ, നീ എന്തിനാ പച്ചക്കള്ളം പറയുന്നേ? അങ്ങനെയല്ലല്ലോ മുസ്തഫ മൗലവി പറഞ്ഞത്. എന്നെ അവിടേക്ക് ക്ഷണിച്ചിട്ട് ഞാൻ പോയതാണ്. അതാണ് മുസ്തഫ മൗലവി പറയുന്നത്. എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ള യഹിയൽ ബുഖാരി എന്ന വടിത്തങ്ങൾ എന്നറിയപ്പെടുന്ന ഒരു സൂഫി ആചാര്യനുണ്ട്. അദ്ദേഹം കാസർഗോഡാണ്. അപ്പൊ അദ്ദേഹം എന്നെ കുറേയായി അങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്ഥാപനമുണ്ട്, മടവൂർ കോട്ട എന്ന് പറഞ്ഞിട്ട് സ്ഥാപനമുണ്ട്. കുറേയായി ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു 6 മാസം മുമ്പ് ഞാൻ അവിടെ പോകേണ്ടതായിരുന്നു, പക്ഷേ ചില കാരണങ്ങളാൽ പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, നമുക്ക് പോകാൻ പറ്റുമോ, നിങ്ങൾക്ക് 1-ാം തീയതി ഉണ്ടാവും എന്ന് ചോദിച്ചു. ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയതാണ്. എന്നിട്ട് ഈ മുസ്തഫ മൗലവി എന്ന് പറയുന്ന വ്യക്തി, കേരളത്തിൽ എല്ലാവർക്കും അറിയാം അയാൾ എന്ത് ആശയം പേറുന്ന ആളാണ്. അയാൾ ആ സദസ്സിൽ വന്നിരുന്നിട്ട് നിങ്ങളുടെ ആശയങ്ങളൊക്കെ തെറ്റാണ്, അത് നിങ്ങൾ മാറ്റേണ്ടതുണ്ട് എന്നിവർ പറഞ്ഞോ? അതും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കും പരീക്ഷിച്ചോക്കാം. സാക്ഷാൽ പേരോട് തന്നെ എടുക്കാം. പേരോടാളപ്പോ ഇയാളെക്കാട്ടും പേച്ചോ അയാൾ ആർക്കൊന്നുമില്ല. പിന്നെ ഹദീസുകളൊന്നും വേണ്ട, ബുഖാരിയെ തള്ളണം, മുസ്ലിമിനെ തള്ളണം, ആധികാരികമായ എല്ലാ ഗ്രന്ഥങ്ങളെയും തള്ളണം, മദ്ഹബ് വേണ്ട, ഇങ്ങനെ പച്ചയായ കുഫ്രിയത്ത് പറയുകയും ഖുർആൻ തന്നെ അയാൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന മുസ്തഫ മൗലവിയാണ്. ആ മുസ്തഫ മൗലവിയേക്കാൾ പിഴച്ചതാണ് പേരോട് ഉസ്താദ്. ഖുർആൻ വേണം, ഹദീസ് വേണം, സുന്നത്ത് വേണം, മദ്ഹബ് വേണം, സുന്നത്ത് ജമാഅത്ത് ഇവിടെ വേണം എന്ന് പ്രസംഗിക്കുന്ന പേരോട് ഉസ്താദ്. അത് നീ നിന്റെ ആലയത്തിൽ പോയി പറ. ബുദ്ധിയുള്ളവനെ അത് അംഗീകരിക്കാൻ പറ്റൂല. മുസ്തഫ ആയാലും ഒക്കെ മൂപ്പര് ഇന്നലെ പ്രസംഗിച്ച നിങ്ങൾ കേട്ടില്ലേ? അടിസ്ഥാനം മശായിഖാണ്. മശായിഖ് പറഞ്ഞിടത്ത് നിൽക്കണം, അത് ഉസ്താദ്മാരല്ല. നമുക്കൊരു ആത്മീയ ഗുരു വേണം. നിലപാട് പ്രസംഗിച്ചേ ഈ വാദത്തിൽ പോലും എത്തിയിട്ടില്ല പേരോടും ഹക്കീമൊന്നും. പിന്നെ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, എന്നാ ഒക്കെ ആയി. നമുക്ക് ആത്മീയ ഗുരു വേണം എന്ന് പറഞ്ഞാൽ മതി. പിന്നെ മറ്റുള്ളതൊന്നും പ്രശ്നമല്ല. എന്റെ ചങ്ങായിയെ, ഈ ചങ്ങായി തനി കുഫ്രം വാദം വാദിക്കുന്ന ആളാണ്, നീ അവനെ പേറാണോ? ബുഖാരി വേണ്ട,
ബുഖാരി ഇമാമിനെ കുറിച്ചൊക്കെ ഇയാൾ പറയുന്നത് കേൾക്കണം. ബുഖാരി എന്ന് പറയുന്നത് അത് ബുഖാരി ഇമാം കെട്ടി ഉണ്ടാക്കിയ കഥകളാണ്. സർവ്വ ഹദീസിനെയും ഇയാൾ നിഷേധിക്കുന്ന ആളാണ്. ഖുർആൻ തന്നെ ഇയാളെ സ്വന്തം ഇഷ്ടപ്രകാരം അയാൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നു. ലോകത്തുള്ള എല്ലാ ഗ്രന്ഥങ്ങളും ശരിയാണ്, ബൈബിൾ ശരിയാണ്, ഗീത ശരിയാണ്, ഒക്കെ ശരിയാണെന്ന് വിശ്വസിക്കണം എന്ന പച്ച കുഫിരിയത്ത് വാദിക്കുന്ന ഇവൻ പിന്നെ നമുക്ക് മച്ചായിക്കന്മാരുണ്ടായാൽ മതി എന്ന് പറഞ്ഞാൽ ഒക്കെ ശരിയായി. നമ്മളിവിടെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഇന്നത്തെ ചരിത്രത്തിൽ ഏറ്റവും പേച്ചവരാണ് നിങ്ങൾ എന്നുള്ളതാണ്. അപ്പോ ഉരുവട്ടൂരികൾക്ക് ഏറ്റവും വലിയ പ്രിയച്ചവർ ആരാണ്? റസൂലുള്ളാനെ പച്ചക്ക് തെറി വിളിക്കുന്ന ആരിഫ് ഹുസൈനെ പോലോത്ത യുക്തിവാദികളല്ല, അപ്രകാരം സംഘികളുമല്ല, വഹാബികളുമല്ല, പിന്നെയോ എ പിക്കാർ. അതിന്റെ എ പിക്കാർ പിഴക്കാൻ കാരണം 2013 ഇവരെ പുറത്തേക്കിട്ടു. എന്നാ അതിന്റെ മുന്നെയോ ഉള്ളാൾ തങ്ങളെ കയ്യിലും ഏപ്പിന്റെ കയ്യിലുമാണ് ഹക്ക് എന്നായിരുന്നില്ലേ നൗഷാദെ നിന്റെ കോമാടൻ പ്രസംഗിച്ചു കൊണ്ടിരുന്നത്? അപ്പൊ തങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ഒരാൾ വരുന്നു, ആ ആള് ഷാദുൽ റാത്തീബിൽ പങ്കെടുക്കുന്നു. ഇനി മറ്റു വിഷയങ്ങളൊക്കെ നമുക്ക് നമ്മൾ ഇരുന്നിട്ട് ചർച്ച ചെയ്ത് വേണ്ട രൂപത്തിൽ ചെയ്യാം എന്ന് പറയുന്നു. അങ്ങനെ ഒരാൾ വരുമ്പോ ആ ആള് നമ്മൾ പരിഗണിച്ചിരുത്തും, തീർച്ചയാണ്. പ്രത്യേകിച്ച് മടവൂർ കോട്ട പോലെയുള്ള ഒരു സ്ഥലത്ത് അങ്ങനെ വന്നു. ഇനി അവരെന്താ ചെയ്യുന്നത് അത് നമ്മൾ നോക്കും. എന്നിട്ട് അയാൾ എന്താ ചെയ്തത്? ഇവരെ പരിപാടി പോയിട്ട് തൗബ ചെയ്ത് ഞാൻ ഇത്ര കാലത്തോളം ശരീഅത്തിനെയും ഹദീസിനെയും ഒക്കെ തള്ളിപ്പറഞ്ഞ് ഒരുപാട് വീഡിയോ ചെയ്ത് എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ എന്നും പറഞ്ഞ് തൗബ ചെയ്ത് വീട്ടിലേക്ക് വന്ന് ഇമാം ബുഖാരിയെ തള്ളിക്കൊണ്ട് ഇയാൾ വീഡിയോ പോസ്റ്റ് ചെയ്ത്. ഇതാണോ തൗബ? എന്തോ വർത്തമാനം പറയുകയാണ് എന്നാണ് പറയുന്നതെങ്കിൽ ഈ ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ വായിക്കണം. ചരിത്ര ഗ്രന്ഥങ്ങളൊന്നും നമ്മളെ എഴുതിയതല്ലോ. റസൂൽ ചോദിക്കുന്നത് നമ്മുടെ കുട്ടിയല്ലേ എന്നാണ്. 6 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത ആളാണ് റസൂലെങ്കിൽ റസൂൽ ഇത് പറയാൻ സാധിക്കുമായിരുന്നില്ല. കുട്ടികളെ വിവാഹം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ച നിങ്ങൾ നിർദ്ദേശിച്ച ആളായിരുന്നു റസൂൽ ഇത് പറയില്ലായിരുന്നു. തിരിച്ചു ചോദിക്കില്ലേ, നിങ്ങൾ 6 വയസ്സുള്ള കുട്ടിയെ വിവാഹം ചെയ്തിട്ട് 17 വയസ്സുള്ള നിങ്ങളുടെ മകളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയുന്നു എന്ന് ചോദിക്കില്ലേ? പ്രവാചകന്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒന്നും ഉണ്ടായിട്ടില്ല. എന്ത് തൗബയാണ് അയാൾ ചെയ്തത് നൗഷാദെ? അകമ്പുള്ള ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ആശയങ്ങൾ അന്നും ഇന്നൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്റെ ബോധ്യങ്ങളാണ്. ആ ബോധ്യങ്ങൾ ഞാൻ അടിയുറച്ച് നിൽക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, യഹ്യ ബുഖാരി തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ എന്റെ പ്രഭാഷണങ്ങൾ മറ്റുള്ളവർ കേൾക്കണമെന്ന് ആഗ്രഹിക്കുകയും അത് നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ആളായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ അവിടെ പോയി ഇനി അങ്ങനെ തൗബ ചെയ്യാനാണ് വരുന്നതെങ്കിൽ അയാൾ എന്താ ചെയ്യേണ്ടത്? അയാൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് വരെ ഉലൂഹിയ്യത്ത് തെറ്റാണ്, ശരിയല്ല എന്ന് പറഞ്ഞ് വീഡിയോ പോസ്റ്റ് ചെയ്ത ആളാണ്. മാത്രമല്ല ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ ഒരുപാട് നിയമങ്ങളെ പച്ചക്ക് കളിയാക്കിയിട്ട് വീഡിയോ ചെയ്ത ആളാണ്. അതൊക്കെ ഡിലീറ്റ് ആക്കിയിട്ടല്ലേ തൗബക്ക് വരേണ്ടത്? എന്നിട്ട് അയാൾ വരുന്ന സമയത്ത് അതൊക്കെ ഡിലീറ്റ് ആക്കിയോ? ഓക്കെ, ഇനി തൗബ ചെയ്ത് പോയാൽ അത് ഡിലീറ്റ് ആക്കണ്ടേ? അതൊക്കെ ഉണ്ടെങ്കിലും ഈ ഏറ്റവും പുതിയ ചിത്രം ഒന്ന് കാണിച്ചു കൊടുക്ക്. എന്താ നടന്നത് കണ്ടോ? ഏറ്റവും പുതിയ ചിത്രം. ഇതിലെന്താ പറയുന്നത്? എന്താ കാണുന്നത്? ഇതിന് നിനക്കുള്ള മറുപടി മുസ്തഫ മൗലവി നിങ്ങളുടെ ആലയത്തിൽ വന്നപ്പോ അത് എന്തുകൊണ്ട് വന്നു എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോ നീ ഞങ്ങൾക്ക് തന്ന ഒരു മറുപടി ഉണ്ടല്ലോ, ആ മറുപടിയാണ് നിന്നോട് ഈ വിഷയത്തിൽ ആദ്യം പറയാനുള്ളത്. എന്നാ നീ പറഞ്ഞോ. നിങ്ങളാരും ഞങ്ങളെ ശരീഅത്ത് പഠിപ്പിക്കണ്ട, നിങ്ങളാരും ഞങ്ങൾക്ക് നിയമം പഠിപ്പിക്കണ്ട. അതെ, ഞങ്ങളെയും എ പി ഉസ്താദിനെയും ശരീഅത്ത് പഠിപ്പിക്കാൻ നീ വരണ്ട. നീ നിന്റെ പാട്ട് നോക്കിപ്പോ. നീ എന്തിനാ ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത്? നിന്നെ പഠിപ്പിച്ച നിന്റെ മറുപടി അതാണ്. എന്നാ ഞങ്ങളെ മറുപടി ഇതാണ്. നീ ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട, പോയിക്കോ. കണ്ടങ്ങള് എ പി ഉസ്താദിനെ സന്ദർശിക്കാൻ എത്തിയത് ഏത് ഉസ്താദ്? എ പി ഉസ്താദോ? കുറച്ചു മാസങ്ങൾക്ക് മുന്നേ നിന്റെ കോമാടൻ തന്ന നിർദ്ദേശം എന്തായിരുന്നു? നീ ഒന്ന് പറഞ്ഞേ. അങ്ങനെ ഉസ്താദിന്റെ അന്നത്തെ ഭാഷ ഇന്ന് ഉസ്താദ് ഒന്നും പറയാൻ പറ്റില്ല, ഞാനത് പറയൂല. ഇതാണ് ഇവന്റെ കോമാടന്റെ നിർദ്ദേശത്തിന്റെ കഥ. 2-3 മാസങ്ങൾക്ക് മുമ്പ് ഉള്ള നിർദ്ദേശം എന്തായിരുന്നു? എ പി ഉസ്താദിനെ ഇനി ഉസ്താദ് എന്ന് വിളിക്കണ്ട. അന്ന് അവന്റെ പ്രഭാഷണങ്ങളിലൊക്കെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, കാന്തപുരം എന്നൊക്കെയായിരുന്നു ഇവൻ വിളിച്ചിരുന്നത്. 2-3 മാസം കഴിഞ്ഞപ്പോ ഇനി എ പി ഉസ്താദിനെ ഉസ്താദ് എന്ന് വിളിക്കാം. വല്ലാത്ത കോമാടൻ തന്നെയാണ് അന്റെ ചെയ്ക്ക്. ഏറ്റവും പുതിയ ചിത്രം. ഇതിലെന്താ പറയുന്നത്? എന്താ കാണുന്നത്? കണ്ടങ്ങള് എ പി ഉസ്താദിനെ സന്ദർശിക്കാൻ എത്തിയത് തബ്ലീഗ് ജമാഅത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ. എ പി ഉസ്താദിനെ തബ്ലീഗ് ജമാഅത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ കാണാൻ വന്നു. ഇതിനും മറുപടി മുസ്തഫ മൗലവി വന്നതിനെ കുറിച്ച് നീ എന്താ പറഞ്ഞത്? അതേ മറുപടി തന്നെ. പറയും. മശായിഖിന്റെ ഹദറത്തിനെ കുറിച്ച് ആദ്യം പഠിക്ക്. മശായിഖിന്റെ ഹദറത്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും വരാൻ പറ്റിയ സ്ഥലം, പ്രത്യേകിച്ച് സയ്യിദ് യഹ്യൽ ബുഖാരി തങ്ങൾ. വളരെ 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 പ്രത്യേകിച്ച് എ പി ഉസ്താദ്. യഹ്യൽ ബുഖാരി തങ്ങളൊക്കെ ആ മടവൂർ കോട്ടയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു തങ്ങൾ മാത്രമാണ്. ആ പാവം നിങ്ങളെ കൂട്ടത്തിൽ വന്ന് പെട്ടതാണ്. എന്നാലും അദ്ദേഹത്തിനോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്, കാരണം അദ്ദേഹം സയ്യിദാണ്. ആ തങ്ങളടുത്തേക്ക് ആർക്കും വരാം എന്നാണെങ്കിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ആയിട്ടുള്ള ലോകത്ത് തന്നെ അറിയപ്പെട്ട സുന്നി ഉലമാക്കളിലെ ഏറ്റവും വലിയ പണ്ഡിതൻ എ പി ഉസ്താദിന്റെ അടുത്തേക്ക് ആർക്കും വന്നൂടെ നൗഷാദെ? അപ്പൊ ഉസ്താദിനെ കാണാൻ ഒരുപാട് ആളുകൾ വരും ദിവസവും മർക്കസിൽ. ആ വരുന്നവരുടെ ഒക്കെ DNA പരിശോധിക്കലല്ല ഉസ്താദിന്റെ പണി. വരുന്നവരൊക്കെ നിങ്ങൾ മുജാഹിദാണോ, നിങ്ങൾ തബ്ലീഗ് ജമാഅത്തുകാരനാണോ എന്ന് ചോദിക്കുന്ന പരിപാടിയല്ല ഉസ്താദിനുള്ളത്. അവർ വന്നത് തബ്ലീഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുമല്ല. അവർ അവരുടെ ബിസിനസിന്റെ ഭാഗമായി ഒരു കാര്യത്തിന് വേണ്ടി ഉസ്താദിനെ കാണാൻ വന്നു. ഉസ്താദിനെ കണ്ടു, അവർ പോയി. അപ്പൊ നിന്റെ മെച്ചായിക്കന്മാരുടെ അടുത്തേക്ക് ഏത് തമ്മാടികൾ വന്നാലും അത് അവർ തൗബ ചെയ്യാൻ വന്നതാണ്, അവിടെ ആർക്കും വരാം
AP ഉസ്താദിന്റെ അടുത്തേക്ക് ആളുകൾ വന്നാൽ കണ്ടില്ലേ തബ്ലീഗ് ജമാഅത്തുകാരൻ വന്നു, കണ്ടില്ലേ പോയി പണി നോക്കി നൗഷാദെ. ബുദ്ധിയും വിവേകവും അന്തവുമുള്ള ഒരു മനുഷ്യന്റെ മുന്നിൽ നീ ഈ പറയുന്നത് പറയാൻ പറ്റുമോ? നിന്റെ 4 കുരുക്കളുടെ മുന്നിലല്ലാതെ ഒരു ഉളുപ്പ് എന്ന സാധനം ഈ സാധനത്തിനില്ല. വല്ലാത്ത ജാതി തന്നെ.